നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അപ്പൊ ഞാൻ നിനക്ക് അത്രയും വലിയ ശത്രുവായി മാറിയല്ലേ? വേണ്ട, ഇനി നീ എന്നെ അങ്ങനെ വിളിക്കണ്ട. ഇന്നത്തോടെ ആ ബന്ധം അവസാനിച്ചു. ഒരു വിവാഹം പോലും കഴിക്കാതെ നിനക്ക് വേണ്ടി ഇത്രയും കാലം ജീവിച്ച ഞാൻ വെറുമൊരു വിഡ്ഢി. വേണ്ട മോളെ, ഒരിക്കലും നീ ഒരു കൊലയാളിയാകാൻ പാടില്ല. അതിനുവേണ്ടിയല്ല ഇത്രയും കാലം ഞാൻ നിന്നെ സംരക്ഷിച്ചത്. മതിയായി. നീ തന്നെ എന്നെ കൊല്ലാൻ ശ്രമിച്ച സ്ഥിതിക്ക് ഞാൻ അധികപ്പെട്ട. പക്ഷേ എന്റെ അവസാനം ഒരിക്കലും മറ്റൊരാളുടെ കൈകൊണ്ടാവാൻ പാടില്ല. എങ്കിൽ പിന്നെ ഞാനെന്ന മനുഷ്യൻ ഇത്രയും കാലം ജീവിച്ചതിന് അർത്ഥമില്ലാതായി പോവില്ലേ? വേണ്ട, നിന്നെ സ്വയം മറന്ന് സ്നേഹിച്ചതിന് മോളെ നീ എന്നോട് ക്ഷമിക്ക. എല്ലാത്തിനും മാപ്പ്, എല്ലാത്തിനും മാപ്പ്. മോളെ അത്തു വിടുന്നില്ലേ?
സ്നേഹമോള് തിരക്കുന്നുണ്ടായിരുന്നല്ലോ. ആണോ? ആ അമ്മേ ഞാനിവിടെ ഉണ്ട്. പൂജേച്ചി വാ നമുക്ക് അത്തയിട്ടാലോ. ആ നീ ചെല്ല്, ഞാനേ മോളിൽ പോയി മോൾ ഉണന്നോ നോക്കിയിട്ട് വരാം. ഇന്നല്ലേ സ്നേഹസദനത്തിൽ അച്ഛൻ വരുന്നുണ്ടെന്ന് പറഞ്ഞത്? ഈ ഓണനാളിൽ രാധമോക്ക് ഞാനും അജുവേട്ടനും കൂടി നൂല് കെട്ടണമെന്ന് അച്ഛൻ പറഞ്ഞിരിക്കുന്നെ. വിശ്വനാഥൻ സാറ് എന്നോടും ആ കാര്യം ആവശ്യപ്പെട്ടിരുന്നു. ഞാൻ സാറിന് വാക്ക് കൊടുത്തിരുന്നതാ. സാറ് എനിക്കൊരു വാക്ക് തന്നിരുന്നു. അജുവേട്ടനും ഞാനും കൂടി അച്ഛനമ്മമാരുടെ സ്ഥാനത്തിരുന്ന് വേണം നൂലുകെട്ട് ചടങ്ങ് നടത്താൻ. പൂജേച്ചി ഇതൊക്കെ വേണോ? ഞാനായിട്ടൊന്നും പറയുന്നില്ല. ഇതൊക്കെ പിന്നീട് ഒരു ബാധ്യതയായിട്ട് മാറരുത്. ഇപ്പൊ തന്നെ പൂജേച്ചി ആ കുഞ്ഞുമായിട്ട് ഒരുപാട് അടുത്തു. ഇതൊക്കെ നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ലല്ലോ. ദൈവത്തിന്റെ തീരുമാനങ്ങളല്ലേ സ്നേഹ. അത് ശരിയാ. ഇതുപോലെ പലരുടെയും സ്നേഹത്തോടെയുള്ള പരിചരണം കിട്ടിയതുകൊണ്ടാ പൂജേച്ചിക്ക് ഇന്ന് ഇങ്ങനെയൊക്കെ ചിന്തിക്കാനും പ്രവർത്തിക്കാനും കഴിയുന്നത്. പക്ഷേ നമ്മുടെ കുടുംബത്തിൽ അത് പ്രശ്നങ്ങൾ ഉണ്ടാകാതെ നോക്കണം. മോളെ, സ്നേഹ പറയുന്നതിലും ചില സത്യങ്ങളുണ്ട്. അമ്മയ്ക്ക് ഇതൊന്നും അത്ര ഇഷ്ടമുള്ള കാര്യങ്ങളല്ല. മോളുടെ അച്ഛൻ കുഞ്ഞിനെയും കൊണ്ട് വരുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോഴേ അമ്മയ്ക്കൊരു അതൃപ്തിയുണ്ട്. അത് വേറൊന്നും ആവില്ലമ്മേ. പ്രിയ തട്ടിക്കൊണ്ടുപോയ മോളല്ലേ. അപ്പോ മോളുടെ പിന്നിലും എന്തെങ്കിലും ദുരൂഹത ഉണ്ടാവോന്നുള്ള പേടി അച്ഛമ്മയ്ക്കുണ്ടാവും. ഇനി ആ കുഞ്ഞിന്റെ പേരിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാ അത് നിങ്ങളെ ബാധിക്കുമെന്നുള്ള പേടിയുണ്ട് അമ്മയ്ക്ക്. അച്ഛമ്മ ആ കമ്മീഷണർ തട്ടിക്കൊണ്ടു പോയതിൽ പിന്നെ ആകെ പേടിച്ചിട്ടുണ്ട്. അയാൾ ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുമെന്നുള്ളൊരു ചിന്ത അച്ഛമ്മയ്ക്കുണ്ടാവും. മധു ആന്റിയോട് അച്ഛമ്മ പറഞ്ഞത് എന്താണെന്നറിയോ? ഇനി ആ കമ്മീഷണർ എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കാൻ വന്നാ അച്ഛമ്മ തന്നെ അയാളെ കൊല്ലൂന്ന്. അപ്പോ അത്രമാത്രം ദേഷ്യം അച്ഛമ്മയ്ക്ക് അയാളോടുണ്ടെന്നല്ലേ? അത് പിന്നെ കാണാതിരിക്കും മോളെ. ഈ പ്രായത്തിനിടയിൽ ആദ്യമായിട്ടാ അമ്മയ്ക്ക് ഇതുപോലൊരു അനുഭവം ഉണ്ടാവുന്നത്. ഈശ്വര, ഇനിയെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഇതുപോലൊരു ശകുനം മുടക്കി വരാതിരുന്നാ മതിയായിരുന്നു. ഹോ, പ്രിയ കാരണം ഇനി അനുഭവിക്കാൻ ബാക്കിയൊന്നുമില്ല. അമ്മേ, ഇതൊക്കെ നമ്മുടെ തലവിധിയാ. ഞാനൊന്ന് പോയി നോക്കിയിട്ട് വരാം. അജുവേട്ടനും മോളും എഴുന്നേറ്റോ നോക്കട്ടെ. പാവം പൂജമോള് ജനിച്ചു വീണ നാളെ മുതൽ അനുഭവിക്കാൻ തുടങ്ങിയതാ. ഇനിയെങ്കിലും സന്തോഷമുള്ളൊരു ജീവിതം കിട്ടിയാൽ മതിയായിരുന്നു. ഉറപ്പായും പൂജേച്ചി ഇനി സന്തോഷത്തോടെ ജീവിക്കും അമ്മേ. എല്ലാവരുടെയും നന്മ ആഗ്രഹിക്കുന്നവരെ ദൈവം ഒരുപാട് പരീക്ഷിക്കും. പക്ഷെ ആത്യന്തികമായി വിജയം നന്മയുടെയും സ്നേഹത്തിന്റെയും മാത്രമാണ്. മനുഷ്യൻ തള്ളിക്കളയുന്നവരോട് ദൈവത്തിനൊരു പ്രത്യേക സ്നേഹമാ. എന്താണ് നോക്കണേ? അജുവേട്ടാ, ഓ പോയി കുളിച്ചിട്ട് വാ. ആ എന്നിട്ട് വേണം എനിക്ക് അത്തവിടാൻ പോവാൻ. താൻ പോയി അത്തോട്. ഞാനും മോളും അപ്പോഴേക്കും കുളി കഴിഞ്ഞ് റെഡിയായി നിന്നോളാം. ശരി. എന്റെ വാവേ, ഞാനാ അന്ന് കുളിപ്പിച്ചൊരുക്കാൻ പോകുന്നു. അറിയാലോ, അച്ഛൻ ഇപ്പൊ രാധമോളെയും കൂട്ടി വരും. രാധമോളുടെ നൂലുകെട്ട് ചടങ്ങ് നടത്താൻ. ആ ശരിയാണല്ലോ, ഞാൻ ആ കാര്യങ്ങൾ മറന്നുപോയി. എന്നാലേ ഞാൻ മറന്നില്ല. രാധമോളുടെ നൂലുകെട്ട് അച്ഛനമ്മമാരുടെ സ്ഥാനത്ത് നിന്ന് നമ്മള് രണ്ടാളും കൂടെ നടത്താൻ പോവാ. പാവം ആ കുഞ്ഞെന്തറിയുന്നു അല്ലെ പൂജ? ചിലപ്പോ തന്നെ പോലെ തന്നെ ഏതെങ്കിലും വലിയ വീട്ടിൽ ജനിക്കേണ്ട കുഞ്ഞായിരിക്കും. അതെ ചേട്ടാ, ചില ജന്മങ്ങൾ അങ്ങനെ. ആരൊക്കെ ഉണ്ടെങ്കിലും ആരോരും ഇല്ലാത്തവരെ പോലെ വളരേണ്ടി വരും. അത് ദൈവത്തിന്റെ മറ്റൊരു പരീക്ഷണം. ഇവിടെ ഞാൻ ദൈവത്തെ കുറ്റപ്പെടുത്തിയുള്ളൂ പൂജ. ഒന്നും അറിയാത്ത ഒരു പാവം കുഞ്ഞ് എന്ത് തെറ്റ് ചെയ്തിട്ട് ഇങ്ങനെ അനാഥമായി പോകുന്നത്? ദൈവത്തിന് ചോദ്യം ചെയ്യാൻ നമുക്കാർക്കും അവകാശമില്ല ചേട്ടാ. ഭഗവാൻ ശ്രീകൃഷ്ണന് പോലും ധാരാളം പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. തന്റെ കയ്യിൽ എന്തിനും കൃത്യമായിട്ടുള്ള മറുപടി ഉണ്ടാവുമല്ലോ. എനിക്ക് എന്റെ അച്ഛൻ പകർന്നു തന്ന അറിവുകളാ ഇതൊക്കെ. അതെല്ലാം സത്യവാ. അല്ലാന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. അല്ലെങ്കിലും അജുവേട്ടൻ ഇങ്ങനെ ഞാൻ പറയുന്നതല്ല എതിർക്കുകയും ചെയ്യും അംഗീകരിക്കുകയും ചെയ്യും. ജീവിച്ചു പോണ്ടേ? താൻ പോയിട്ട് വാ. എന്നിട്ട് വേണം എല്ലാവർക്കും ഓണക്കോടി കൊടുക്കാൻ. ആ, ഈ ഓണത്തിന് എല്ലാവർക്കും നമ്മുടെ കണക്കിന് ഓണക്കോടികൾ എന്നറിഞ്ഞതിന്റെ ത്രില്ലില എല്ലാവരും. ഈ ഓണം നമുക്ക് എല്ലാവർക്കും കൂടി സന്തോഷത്തോടു കൂടി ആഘോഷിക്കണം പൂജ. അല്ല, വിശ്വനാഥനച്ഛന് ഓണക്കോടി കൊടുക്കണ്ടേ? അതൊന്നും അച്ഛൻ വാങ്ങുന്നു തോന്നില്ല. സ്നേഹസദനത്തിലായിരുന്നാലും ഞങ്ങൾക്ക് എല്ലാവർക്കും അച്ഛൻ ഓണക്കോടി വാങ്ങിത്തരും. അച്ഛന് മാത്രം ഒന്നും വാങ്ങില്ല. ഇത്രയും നന്മയും സത്യസന്ധതയുള്ള മനുഷ്യനെയാണല്ലോ ആ പ്രിയ വീണ്ടും ധർമ്മസങ്കടത്തിലാക്കിയിരിക്കുന്നത്.
അതൊന്നും ജീവിതത്തെ മറക്കാൻ പറ്റില്ല ചേട്ടാ. ഒരു വശത്ത് വേദനയോടെയും മറുവശത്ത് സന്തോഷത്തോടെയും എന്നും ഓർത്തിരിക്കും. ഒരു വർഷം വിശ്വനാഥൻ ജയിലിൽ കിടന്നത്, മറുവശം ഞാൻ തന്റെ ജീവിതത്തിലേക്ക് വന്നത്. ആ ഇനി താമസിപ്പിക്കണ്ട, താൻ പോയിട്ടോ ചെല്ല. ശരി. ദേ ഇന്നത്തെ ദിവസം നമുക്ക് ഗംഭീരാക്കണം. ആക്കല്ലോ. അവേ കുളിക്കാം.